എനിക്ക് ഈ ആൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച എൻ്റെ അമ്മയ്ക്കും തിരുകുമാരനും ഒരു കോടാനുകോടി നന്ദി പറയുന്നു. ഞാനിവിടെ നിൽക്കുന്നത് തന്നെ എനിക്കറിയാൻ പറ്റത്തില്ല, ഞാനിവിടെ ജീവനോടെ ഉണ്ടാവുമോ ഇല്ലയെന്ന് എന്നെ എനിക്കറിയത്തില്ലായിരുന്നു. എനിക്ക് ക്യാൻസറായിരുന്നു. പിന്നെ എൻ്റെ പേര് ബീന, ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ഞാൻ അക്രൈസ്തയാണ്. പിന്നെ എനിക്ക് അമ്മയോട് വിശ്വാസം തോന്നിയത്, എനിക്ക് വിശ്വാസം വരാൻ തോന്നിയത് തന്നെ ഞാൻ ഹോസ്പിറ്റലായിരുന്നപ്പോൾ പോലും എനിക്ക് അമ്മയെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, യൂട്രസിൻ്റെ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ വേറെ ബ്രസ്റ്റിൽ എനിക്ക് പോസിറ്റീവ് കാണിച്ചു ക്യാൻസറിൻ്റെ. അതിന് CT സ്കാൻ എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് പിന്നെ ഞാൻ അവിടെ വെച്ച് അമ്മയെക്കുറിച്ച് ഞാൻ അറിയുന്നത്. ആ ക്യാൻസർ വാർഡിലാണ് എല്ലാവരും കൃപാസന പത്രം കൊണ്ടുവന്നപ്പോൾ ഞാൻ ആ പത്രം മേടിച്ച് ഞാൻ ആ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ CT സ്കാൻ ചെയ്യുന്നു, പക്ഷേ എനിക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അമ്മയുടെ പത്രം എൻ്റെ കയ്യിൽ കിട്ടിയത്. ഇതിലൂടെ എനിക്ക് ഈ ബ്രസ്റ്റിൻ്റെ റിമൂവ് ചെയ്യരുത്, ഞാൻ CT സ്കാൻ എടുത്തു പോയി. പക്ഷെ അമ്മ ഈ ഹോസ്പിറ്റലിൽ വെച്ച് പറയുക, ഈ പോസിറ്റീവ് എനിക്ക് നെഗറ്റീവ് ആക്കി തരുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അമ്മയുടെ മുന്നിൽ വന്ന് ഞാൻ സാക്ഷ്യം ഞാൻ പറഞ്ഞിരിക്കും. ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു, എനിക്കിവിടെ വരാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ജനുവരി 15-ാം തീയതി എൻ്റെ വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് എൻ്റെ ബ്രസ്റ്റിൻ്റെ CT സ്കാനിൽ പോസിറ്റീവ് ആകല്ലെന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ഫെബ്രുവരി 15-ാം തീയതി എനിക്ക് അതിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ റിസൾട്ട് പോലും നോക്കാതെ തന്നെ ഞാൻ നേരെ ചെന്ന് ഹോസ്പിറ്റൽ ഡോക്ടറുടെ കൊടുത്തു. ഡോക്ടർ പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല ബീന, അതിനകത്ത് എല്ലാം നെഗറ്റീവാണ്. എനിക്ക് അമ്മയോട് എനിക്ക് കോടാനുകോടി പുണ്യമുണ്ട്. എന്തെന്നാൽ എന്നെ നോക്കാനായിട്ട് എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വിഷമങ്ങൾ എനിക്ക് വരുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമാകുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ജീവിതത്തിൽ തുടക്കമായിരുന്നു. ആ തുടക്കത്തിൽ തന്നെ എനിക്ക് വലിയൊരു അസുഖം വന്നു. പക്ഷേ എനിക്ക് ഈ അമ്മയും തിരുകുമാരനും എനിക്ക് എല്ലാം മാറ്റിത്തന്നു. പിന്നെ എൻ്റെ ജോലി പോയി. എനിക്ക് ജോലിയൊന്നും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ആകെ എനിക്ക് കുഴപ്പത്തില്ല. ഞങ്ങൾ കുറച്ച് കടക്കണിയിലായിരുന്നു. എനിക്ക് പിന്നെ ഭയങ്കര പലിശയായിരുന്നു. പലിശയ്ക്ക് ഞങ്ങൾ ഈ അസുഖം വന്ന പാടെ തന്നെ ഒരുപാട് കടങ്ങളായി. ആ കടമൊന്നും വീട്ടാൻ പറ്റാതായി. ഞാൻ അന്നേരം അമ്മയുടെ എനിക്ക് ഫോണൊന്നും എനിക്കില്ല, എനിക്കിവിടെ വരുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ആ പത്രം വഴി ഞാൻ എല്ലാ ദിവസവും സാക്ഷ്യങ്ങൾ വായിക്കും. അമ്മയോട് ഞാൻ എൻ്റെ സങ്കടങ്ങൾ പറയും. ഒരു ചേച്ചിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഇവിടം വരെ വന്നു. ജസ്റ്റ് വന്ന് അമ്മയൊന്ന് കണ്ടു പോയി. എന്നിട്ട് ഞാൻ തിരിഞ്ഞ് നിന്ന് അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ ഉറപ്പായിട്ടും ഞാൻ വരും. പക്ഷേ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് തീരെ വയ്യാത്തത് കൊണ്ടാണ്. ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഒന്ന് ഇരിക്കാനോ നിൽക്കാനോ പറ്റത്തില്ല. അതുകൊണ്ട് അമ്മയോട് ഞാൻ മാപ്പും പറഞ്ഞ് നന്ദിയും പറഞ്ഞ് പോയി കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ എനിക്ക് ജോലി പെട്ടെന്ന് തന്നെ കിട്ടി. ഞാൻ അവിടെ ജോലിക്ക് പോയി ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് ഉടമ്പടി തന്നെ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എന്ന് വെച്ചാൽ അവിടെ കയറി കഴിഞ്ഞ് എനിക്ക് ലീവൊന്നും എനിക്ക് അധികമായിട്ടും കിട്ടത്തില്ല. പക്ഷെ ഞാൻ ജോലിക്കായിട്ട് പോയ സമയത്ത് തന്നെ എനിക്ക് അവിടുന്ന് തന്നെ അവിടുത്തെ സാറ് പറഞ്ഞു, ബീന ഇന്ന് ലീവ് എടുത്തോ, ഇവിടെ ആളുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു. ഹസ്ബൻഡ് ഡ്രൈവറാണ്. അന്നേരം ആളിവിടെ സ്ഥലത്തില്ല. അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ഈ കൃപാസനത്തിലോട്ട് പോവുകയാണ്, പിന്നെ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അങ്ങനെ എൻ്റെ കൂടെ ആരുമില്ലായിരുന്നു ഉടമ്പടി എടുക്കാൻ. എങ്ങനെയാണെന്നതിന് പോലും എനിക്കറിയത്തില്ല. ഉടമ്പടി എടുക്കാൻ ചെല്ലേണ്ടത് എങ്ങനെയാണെന്നും അറിയത്തില്ല. ഞാൻ ഇവിടെ വന്നു, കുറേ പേര് ഇവിടെ നിൽക്കുന്നു. ഞാൻ അതിൻ്റെ കൂടെ പോയി. അത് കൂടാതെ തന്നെ എനിക്കൊരു കൈക്കൊന്ത വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് ഇവിടെ നിന്ന് മേടിക്കണോ ഒന്നും എനിക്ക് പറ്റിയില്ല. ഒറ്റക്ക് വന്നത് കാരണം ഞാൻ പിറ്റേന്ന് ഉടമ്പടി എടുത്ത് പിറ്റേന്ന് ഞാൻ എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചെന്നപ്പം ഞാൻ ബില്ലിങ്ങിൽ നിൽക്കാൻ നേരം അവിടെ എനിക്കൊരു കൈക്കൊന്ത, അത് നീല കളറിലെ കൈക്കൊന്ത എനിക്ക് കിട്ടി. ഞാൻ എപ്പോഴും അമ്മയോട് എനിക്കറിയത്തില്ല. അമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്കറിയത്തില്ല, എത്ര സ്തുതിച്ചാലും എനിക്കറിയത്തില്ല. എപ്പോഴും ഞാനിപ്പോൾ അമ്മയുടെ വചനങ്ങൾ കേട്ടാണ് ഉണരുന്നത്.
കൃത്യം പറഞ്ഞാൽ എനിക്ക് ഫോണില്ല, പക്ഷേ എനിക്ക് അമ്മയോട് എനിക്ക് അടുത്ത് ഇടപഴകുന്ന കണക്ക് ഫീലിങ്സ് എനിക്ക് വരും. എനിക്ക് അമ്മയില്ലാതെ എനിക്ക് പറ്റത്തില്ല, കർത്താവില്ലാതെ പറ്റത്തില്ല. എൻ്റെ മനസ്സിൽ എപ്പോഴും എനിക്ക് അവരെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഒരു ദിവസം ഞാനിങ്ങനെ കിടന്നുറങ്ങാൻ നേരം ഞാൻ ജോസഫ് അച്ഛനെ കണ്ടിട്ടേ പോലും ഇല്ല. പിന്നെ ഞാൻ ഇങ്ങനെ കിടക്കുക, രാത്രി 2:30-3 മണിയൊക്കെ ആയപ്പം ജോസഫ് അച്ഛൻ്റെ സാക്ഷ്യം എൻ്റെ ചെവിയിൽ ഇങ്ങനെ തിരയടിക്കുന്ന കണക്ക് ഇങ്ങനെ സാക്ഷ്യം ഇങ്ങനെ കേട്ടോണ്ടേ ഇങ്ങനെ ഇരിക്കുക. പക്ഷെ എനിക്ക് തിരിഞ്ഞ് നോക്കാൻ എനിക്ക് പറ്റുന്നില്ല, എൻ്റെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ ഫോൺ എനിക്ക് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ഞാനത് പിന്നെ 2 ദിവസം കഴിഞ്ഞ് എൻ്റെ ഫോൺ എനിക്ക് എങ്ങനെ എൻ്റെ ഹസ്ബൻഡ് റെഡിയാക്കി തന്നു. ഞാൻ പിന്നെ അതിലൂടെ ഞാൻ ഇതുവരെ എൻ്റെ കുർബാനയൊന്നും കൂടാനൊന്നും പറ്റാത്ത കാരണം സങ്കീർത്തനങ്ങളും വചനങ്ങളും ആരാധനയും അനുഗ്രഹങ്ങൾ എല്ലാം ഇവിടുത്തെ രീതിയിലുള്ള എല്ലാ പ്രാർത്ഥനകളും ഞാനിപ്പോൾ കൊണ്ട് നടക്കുവാണ്. ഉടമ്പടി എടുത്തിപ്പോൾ ഉടമ്പടിയിലൂടെയാണ് ഞാൻ 5:30-അല്ല 3 മണിക്ക് എഴുന്നേറ്റ് കർണക്കൊന്തയും ജപമാലയും അർപ്പിച്ചതിന് ശേഷം അനുഗ്രഹീത പ്രാർത്ഥനയും പിന്നെ ഉടമ്പടിയുടെ പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ ജോലിയിലോട്ട് തന്നെ പോകുന്നത്. ജോലി ചെയ്താൽ തന്നെ ഹെഡ്സെറ്റ് വെച്ച് ഈ ഒരു പ്രാർത്ഥനയിലൂടെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. പിന്നെ എനിക്ക് ഇത്രയും താമസം വന്നത് എനിക്കറിയത്തില്ല. എനിക്കിതിലൂടെ എനിക്ക് ഒരുപാട് ഞാൻ നടക്കാത്ത കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ ചെറുതും വലുതുമായ കുറേ ആഗ്രഹങ്ങൾ എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. സാക്ഷ്യം പറയാൻ ഇപ്പോഴാണ് എനിക്ക് പറ്റിയത്. എന്തെന്നാൽ എൻ്റെ അമ്മ ഓർമ്മിപ്പിച്ചു, എന്ന് വെച്ചാൽ നിൻ്റെ ബ്രസ്റ്റിൽ പിന്നെ ഇത് നിനക്ക് നെഗറ്റീവാക്കി തന്നിട്ട് പോലും നീ എൻ്റെ മുന്നിൽ സാക്ഷ്യം പറയാൻ വന്നില്ലല്ലോ എന്ന് എനിക്ക് ഇന്ന് എൻ്റെ ഇടത് നെഞ്ചിന് എനിക്കൊരു കുത്തിയുള്ള വേദന ഉള്ളത് കാരണം ഞാൻ എന്തും പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വന്നത്. എൻ്റെ കൂടെ ഇപ്പോഴും ആരുമില്ല. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് ഫോണിൽ വിളിക്കുന്നുണ്ട്, എപ്പോഴാണ് വരുന്നേ, ഡ്രൈവറാണ്, സ്ഥലത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഇപ്പം ഞാൻ സാക്ഷ്യം പറയാൻ കയറും, എന്നിട്ട് വരാം. പക്ഷെ ഞാൻ ഇതിൻ്റെ മുന്നിൽ ഞാൻ കാല് കുത്തിയപ്പോൾ ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ ബ്രസ്റ്റിന് ഒരു കുത്തലോ ഒരു വേദനയോ എനിക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. എനിക്ക് എൻ്റെ തിരുകുമാരനും എൻ്റെ മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുവാണ്. പിന്നെ ഞാൻ പ്രേക്ഷിത ഫലമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഞാനൊരു നേരത്തെ ഫുഡ് കഴിക്കുവാണെങ്കിൽ വേറൊരാൾക്ക് ഞാൻ ഫുഡ് കൊടുത്തിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം ഉപവാസം എടുക്കുവാണെങ്കിൽ ഞാൻ എൻ്റെ ഭക്ഷണം അതായിരിക്കും ഞാൻ കൊണ്ട് കൊടുത്തത്. അല്ലാതെ ഞാൻ പിന്നെ ഇവിടെ വന്നെൻ്റെ ആ പത്രം മേടിച്ച് ഞാൻ ഞാനിരിക്കുന്ന യാത്ര ചെയ്യുന്ന ബസ്സിലാണോ ഞാൻ ഒന്നും നോക്കത്തില്ല, എനിക്ക് മടിയൊന്നും എനിക്കില്ല. ആ പത്രം എത്ര എണ്ണമാണോ അത് കൊടുക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഞാൻ കൊടുക്കും. സങ്കീർത്തനം 86:6-7 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു: കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ. അനർത്ഥ